സ്ട്രീമിലേക്ക് സ്വാഗതം. നിങ്ങൾ കിഴിപ്പൊറോട്ട കഴിച്ചിട്ടുണ്ടോ? കിഴിപ്പൊറോട്ട ഇഷ്ടമാണോ? ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കിഴിപ്പൊറോട്ടയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി കിഴിപ്പൊറോട്ടയാണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നൂൽ പൊറോട്ടയും ചിക്കൻ കറിയും ചെയ്തതിന് ശേഷം അതിനെ കിഴിപ്പൊറോട്ടയാക്കി മാറ്റുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം ഒരു ഉരുളി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 10 കപ്പ് 250 ml കപ്പിൽ 10 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് 15 കിഴിപ്പൊറോട്ടയുടെ ഓർഡർ ഉള്ളത് കൊണ്ടാണ് ഇത്രയും മാവ്. ഇത് ഞാൻ 2 സ്റ്റെപ്പായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ 2.5 കപ്പ് ആ കണക്കിലാണ് ഞാൻ ഈ കിഴിപ്പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് എടുത്തിട്ടുള്ളത്. പത്ത് കപ്പ് മാവിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലായിടവും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അതിനുശേഷം നമുക്ക് ഒരു 8 ടേബിൾ സ്പൂൺ പാം ഓയിൽ ചേർത്ത് കൊടുക്കാം. 10 കപ്പ് മാവിന് 8 ടേബിൾ സ്പൂൺ പാം ഓയിൽ. 2.5 കപ്പ് മാവിന് 1 ടേബിൾ സ്പൂൺ എന്ന രീതിയിലാണ്, 2 ടേബിൾ സ്പൂൺ എന്ന രീതിയിലാണ് പാം ഓയിൽ ചേർക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കുറച്ച് അല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം മാവ് എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടവും മിക്സ് ആവാൻ കണക്കിന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുഴച്ചെടുക്കാം. അത് നന്നായിട്ട് കുഴഞ്ഞു വരാൻ കണക്കിന് നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറേ നാളത്തതിന് ശേഷം ഇന്നാണ് വീണ്ടും ഞാൻ നൂൽ പൊറോട്ട ചെയ്യുന്നത്. സുഖമില്ലാതായതിനു ശേഷം അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും കുറച്ച് ഓർഡേഴ്സ് വന്നപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അസുഖത്തിൻ്റെ വയ്യായ്കയൊക്കെ ഉണ്ട്, എന്നാലും വെറുതെ ഇരിക്കുമ്പോൾ എന്തോ പോലെ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തിടുന്നത്. ആ മാവ് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ടൈൽസിൻ്റെ ഇതിൽ സ്ലാബിലോ അതിൻ്റെ പുറത്തൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് അല്പം എണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് അത് അടിച്ച് കുഴച്ചെടുക്കാം.
കുഴച്ച് നന്നായിട്ട് പരത്തി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമുള്ളതാണ് ഇതൊക്കെ. അതിനെ ഇങ്ങനെ നീളത്തിലെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കണം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിനെങ്ങനെ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് നമുക്ക് കൈ കൊണ്ടിങ്ങനെ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി ഇതുണ്ടെങ്കിൽ നമുക്ക് അതിനെ നന്നായിട്ട് ഇങ്ങനെ പരത്തി നൈസായിട്ട് പരത്തി എടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി നമുക്ക് മാക്സിമം നൈസായിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് അതിന് ഒരു കത്തി കൊണ്ട് നീളത്തിൽ സ്ലൈസായിട്ട് ഇങ്ങനെ നൈസായിട്ട് വരഞ്ഞു കൊടുക്കാം. നമുക്ക് അടിച്ച് എടുക്കാതെ ഇങ്ങനെ ഇതുപോലെ നമുക്ക് നൂൽ പൊറോട്ട ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇത് വരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം മൈദ തടവിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഇതുപോലെ ചെയ്ത് ചുരുട്ടിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള നൂൽ പൊറോട്ടയാണ് ഇത്. അതുപോലെ നമുക്ക് ഈ കാണുന്ന എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ പരത്തി നമുക്ക് ചെയ്തെടുക്കാം. ഫുള്ളും ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല, കാരണം വീഡിയോ നല്ല ലോങ് ആയിപ്പോകും. അതുകൊണ്ട് 2-3 ഇത് ചെയ്യുന്നതാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കേക്ക് ഉണ്ടാക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അസുഖത്തിൻ്റെ ആ ഒരു ഇത് ഞാൻ അറിയാതെ ഇങ്ങനെ പോകും. വെറുതെ ഇരിക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ നല്ല വിഷമോ അങ്ങനെയൊക്കെ വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് ആരും തീരെ വയ്യാതാവുമ്പോൾ ഇങ്ങനെ പോയി കിടക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി എളുപ്പത്തിൽ നമുക്ക് നൂൽ പൊറോട്ടയ്ക്കുള്ള ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതാണ് ഞാൻ മൊത്തം പരത്തി ഇതുപോലെ ചുരുട്ടി വെച്ചത്. അതിനുശേഷം ഒരു ദോശക്കല്ല് നമുക്ക് അടുപ്പിൽ വെച്ച്, ഞാൻ 2 അടുപ്പിലായിട്ടാണ്, ഗ്യാസ് തീർന്നതുകൊണ്ട് വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ദോശക്കല്ല് ഇങ്ങനെ വെച്ച് അതിൽ ചുട്ട് എടുത്ത പൊറോട്ടയാണ്. അതും എല്ലാം ചെയ്യുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല, ലോങ് ആയി പോവും. അതുകൊണ്ട് ആണ് മോളാണ് പൊറോട്ട അടിക്കാൻ കൂടെ ഇങ്ങനെ സഹായിക്കുന്നത്. ഇടയ്ക്കായപ്പം ചേട്ടനും മോളും എല്ലാവരും കൂടെ ഇങ്ങനെ സഹായിച്ചു. അതിനുശേഷം ഇത് ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ആണ് ഇത്. ചിക്കൻ കറിക്ക് അമ്മയാണ് സഹായിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സവാള എണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലയും ഇട്ടിട്ട് സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് തൊണ്ടൻ പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അതിനെ ഇടയ്ക്ക് തുറന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വഴറ്റി അടച്ചു വെച്ച് ഇതാക്കുക. അതിന് ശേഷം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ ഉള്ളി വഴണ്ട് വരാൻ നമുക്ക് ആവശ്യത്തിന് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ. പിന്നെ അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യാനുസരണത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി
അടച്ചു വെച്ച് കുറച്ച് നേരം അത് തക്കാളി വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം മുളകും മല്ലിയും കുറച്ച് ഇറച്ചി മസാലയും കൂടെ മൂപ്പിച്ചെടുത്തതാണ്. ഇങ്ങനെ ചൂടാക്കി ചട്ടിയിൽ വെച്ച് ചൂടാക്കി മൂപ്പിച്ചെടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴണ്ട് നല്ല മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. എല്ലായിടവും മിക്സ് ആവാൻ കണക്കിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അല്പം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല വെയിലാണ്, പുറത്ത് വെച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല വെയിലാണ്. അതാണ് അതിനെ ഇടയ്ക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും അല്പം പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കിഴിപ്പൊറോട്ടയ്ക്കുള്ള വീഡിയോയാണ്. കിഴിപ്പൊറോട്ട ചെയ്യുന്നത് ഒരു ഇല നന്നായിട്ട് വാട്ടിയെടുത്ത് അതിലേക്ക് ഒരു കിഴിയിൽ 4 പൊറോട്ടയാണ് വയ്ക്കുന്നത്. അപ്പം 2 പൊറോട്ട വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ കറി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് തക്കാളി, ക്യാരറ്റ്, സവാള, കുക്കുംബർ, നാരങ്ങ എന്നിവ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. അത് അമ്മ ചേർക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം 2 പൊറോട്ടയും കൂടെ ഇതിൻ്റെ പുറത്ത് വെച്ച് ഇല ഇങ്ങനെ നന്നായിട്ട് മടക്കി ഒരു നാര് കൊണ്ട് ചുറ്റി ഇങ്ങനെ കെട്ടിയെടുക്കാം. അതിനുശേഷം ഒരു ഇഡലി പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഈ കിഴിയെ നന്നായിട്ട് ആവി കയറ്റി ഇങ്ങനെ വേവിച്ചെടുക്കാം. എന്നിട്ട് ഉള്ളതാണ് ഇത്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എടുത്ത വീഡിയോ ആണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.